നമ്മുടെ തവള തമ്പി. ഈ രംഗച്ചേട്ടൻ എന്തോരം കഴിവുകളാ, ഡാൻസ് കളിക്കും, അഭിനയിക്കും, കണ്ടിട്ട് ഞെട്ടിപ്പോയി ഞങ്ങള് അല്ലേ. ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്കൊന്നും അറിയാൻ പാടാത്ത, നിങ്ങൾ വിചാരിക്കണതിന്റെ അപ്പുറത്തെ കഴിവുകൾ അങ്ങനെയുണ്ട്. എന്തിനാ ഞാൻ പിടിക്കാൻ വരുമ്പോ നീ ചാടി പോകുന്നേ? നീ എന്റെ ഭാര്യയുടെ സ്വഭാവം കാണിക്കരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിച്ച് തീർത്തൂടെ? എന്റെ മനോഹരേട്ടാ, എന്തൊക്കെ അഭ്യാസങ്ങൾ ഈ ചെറുക്കൻ കാണിക്കണേ. ഇനി കച്ചിൽ വരുമ്പോ എന്നോട് പറയണം, നിന്റെ കണ്ണീരാവുന്ന പൗരമുത്തെടുത്ത് ചിപ്പിലിട്ട് സൂക്ഷിക്കാനാ. മഹാനടാ, മെത്തേഡ് ആക്ടിങ് നീ കാണാൻ പോണേള്ളു. എന്റെ മനസ്സിൽ വീശുന്നത് കൊടുക്കാൻ. നീ ഒന്ന് അടങ്ങടാ. എന്റെ ബാബേ, എനിക്ക് എന്തിഷ്ടമെന്നറിയോ നിന്ന? നിന്റെ ഓരോ നോട്ടും എന്നെ കൊല്ലും. ഇവനിത് ഓവറാക്കും നിന്റെ ശ്വാസത്തിൽ ഞാൻ പുനർജീവിക്കും. ഒച്ചയമ്പോൾ ഉണ്ടാക്കാണ്ട് പോടാ ഇറങ്ങി. കൈമെടുപ്പിന്റെ താളത്തിൽ നൃത്തം ചെയ്യുന്ന വെറും ഒരു ബൊമ്മയാണ് ഞാൻ. ബൊമ്മ. നീ ഇങ്ങനെ ഹരീഷ് കിണാറിന്റെ ഫിഗറും വെച്ച ബാലങ്കനാരിലോട്ട് പെരുമാറില്ല എന്റെ ഗണപതി. സത്യം പറ, നീ എന്റെ കഞ്ഞിയിൽ പാറ്റിടാൻ വന്നവനല്ലടാ. ഞാനും ജപ്പാൻജി യോജിച്ചു പോകുമെന്ന് തോന്നുന്നില്ല. ഒരു കാട്ടിൽ തന്നെ രണ്ട് സിംഹം വേണോ? രണ്ട് സിംഹം വേണ്ട, ഒരു സിംഹവും ഒരു മരപ്പെട്ടിയാകാമല്ലോ. നോക്കച്ച, എന്തൊരു ചേർച്ച. ഒരമ്മ പെറ്റ ആളിയന്മാരാണെന്നേ പറയൂ. നിന്റെ പുണ്യപാദങ്ങളിൽ മണ്ടൊരു പോലും പറ്റാതെ ചെരുപ്പായിട്ട് കാത്തോളാം. എന്തിന്റെ കുഞ്ഞാണോ ഇത്? നിന്റെ പുണ്യപാദങ്ങളിൽ മണ്ടൊരു പോലും പറ്റാതെ ചെരുപ്പായിട്ട് കാത്തോളാം. ഇത് കടിക്കൂ? ആ ചെലപ്പോ. ഒരു പാട്ട് വെച്ച് തന്നാൽ ഞങ്ങൾക്കൊന്ന് എന്റർടൈൻ ചെയ്യാമായിരുന്നു. പൊന്നുസഖി എന്തിനാ പിണക്കമെന്നോട് എന്തിനാ? അല്ല പൊന്നെ കൽബ് വേദന. എന്ത് ചെയ്തിട്ടോടെ ഒരു മെനയാവണില്ലല്ലോ സജി. ആശിയെ കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ എന്തിനാണ്? തൽക്കാലം ഇത്രയും മതി. വരട്ടെ.